സുലുവിന്റെ കല്യാണം ആലപ്പുഴ വെച്ചായിരുന്നോണ്ട് തൊട്ടടുത്ത ദിവസം നമ്മൾ ഇവിടുത്തെ ലേക്ക് വെന്യൂവിൽ ഒരു റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. കേറുന്ന എൻട്രൻസിൽ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ചായ സ്നാക്സ് ഒക്കെ ലൈവായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിള്ളേരൊക്കെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. സംഭവം ഇത് പിള്ളേർക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് വെച്ചതാണെങ്കിലും ഇവിടെ എൻജോയ് ചെയ്തത് മൊത്തം മുതുക്കുകളായിരുന്നു, ഞാൻ ഉൾപ്പെടെ. പിന്നെ കറങ്ങുന്ന ക്യാമറ കണ്ടോടനെ ഞാൻ അതീ വലിഞ്ഞേറി എന്തൊക്കെയോ കാണിച്ചു. അതിന്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോൾ വാ തുറന്ന സംശയം മാത്രം ചോദിക്കുന്ന ബെന്നി ഒരു കമ്പിയെ മറ്റേ കമ്പിയിൽ തട്ടിക്കാതെ എങ്ങനെ അതിനെ അങ്ങേയറ്റത്ത് എത്തിക്കാം എന്നോർത്ത് പെടാപ്പാട് വിടുന്നു. ഹോ, എന്തൊക്കെ കഷ്ടപ്പാടുകളല്ലേ. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എന്റെ ഉള്ളിലെ നാഗവല്ലി അങ്ങ് ഉണർന്നു. എനിക്ക് ഓവർ കോൺഫിഡൻസ് തീരെ ഇല്ലാത്തതുകൊണ്ട് ഉന്നം നോക്കി ബോൾ വെച്ച് ഗ്ലാസ്സിന് ഇറങ്ങിയിടാനായിട്ട് ഞാൻ പോയി. ബോള് വേറെ എങ്ങോട്ടോ പോയോണ്ട് ഭാഗ്യം ഗ്ലാസ്സിനൊന്നും പറ്റിയില്ല. പിന്നെ ആ വിഷമം കുറച്ച് പഞ്ഞിമുട്ടായി കഴിച്ചങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ആൽവിന് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ തിരിച്ചറിഞ്ഞത്. കീപ്പിറ്റപ്പ് മോനെ, കീപ്പിറ്റപ്പ്. പിന്നെ ശ്രീജിത്തേട്ടന്റെ കാര്യം പറയണ്ട, എന്തൊരു ഒടുക്ക തുന്നുക. ഇനിയുള്ളതാണ് മക്കളെ കാണേണ്ടത്. അതുകൊണ്ട് ബാക്കി ഭാഗം പാർട്ട് 2.